മീനം രാശിയിൽ ജനിച്ചവരെ, ഈ സമയത്തിന്റെ ആഴത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് നിങ്ങളുടെ ആത്മാവിനോട് നേരിട്ട് സംസാരിക്കുന്നു. ഈ ഘട്ടം സാധാരണ ഘട്ടമല്ല. ഈ നത്തിൽ തന്നെ ഓർക്ക, ആകാശത്ത് ഗുരുദേവൻ തന്റെ പാത മാറ്റുന്നു. ശനി ചലിക്കുന്നു. രാഹുവും കേതുവും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഗ്രഹങ്ങളുടെ നിശബ്ദമായ സഞ്ചാരം നിങ്ങൾ കാണാത്ത വഴികളിൽ നിങ്ങളുടെ ജീവിതം രേഖയിടുന്നു. അടുത്ത 15 ദിവസങ്ങൾ അത്രമേൽ ശക്തമായ ഒരു കാലഘട്ടമാണിത്. ചിലരുടെ മനസ്സിൽ തിടുക്കം, ചിലരുടെ ജീവിതത്തിൽ വേഗത, ചിലരുടെ കണ്ണിൽ കണ്ണീരായി ആനന്ദം. കാണുന്ന എല്ലാം മാറിത്തുടങ്ങും. നിങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് തോന്നുന്ന ചില കാര്യം തന്നെ തിരിച്ചു കിട്ടും. നാളുകളായി അടങ്ങിയിരുന്ന ഒരു വാക്ക് ഇന്ന് ജീവിതത്തിന്റെ ദിശ മാറ്റാൻ വന്നു നിൽക്കും. ഈ സമയം ഗുരുവിന്റെയും ശനിയുടെയും ചലനം ഒരുപാട് താളങ്ങൾ ഉണ്ടാക്കുന്നു. മീനം രാശിക്ക് ഇത് ആത്മവിശ്വാസത്തിന്റെ കുതിപ്പായിരിക്കും. മനസ്സിൽ നിശബ്ദമായി പാകിയിരുന്ന സ്വപ്നങ്ങൾ ഇപ്പോൾ ഉണരുന്നു. ജീവിതം നിങ്ങൾക്ക് ഒരു അവസരം തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അതും അപ്രതീക്ഷിത രീതിയിൽ. നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള ആരോ തിരിച്ചുവരും. അവരുടെ കണക്കിൽ നിങ്ങളുടെ ജീവിതം പുതിയൊരു മെഴുകുതിരിയായി തെളിയും. അതിശയപ്പെടുത്തുന്ന കാര്യം, ഈ ഘട്ടത്തിൽ രാഹു നിങ്ങളുടെ കരിയറിൽ അന്യമായ ഒരു മാറ്റം വരുത്തുന്നു. ജോലിയുടെ വഴികൾ മാറും. ചിലർക്ക് വിദേശയാത്രയാകാം, ചിലർക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥാനം ലഭിക്കും. വരുമാനം എത്രയോ നാളുകൾ ശാന്തമായിരുന്നു. ഇപ്പോൾ അത് ഉണരുന്ന ഘട്ടം എത്തി മുന്നിൽ നിൽക്കുന്നുണ്ട്. അദൃശ്യമായ ഒരു കരുത്ത് നിങ്ങളെ മുന്നോട്ട് നീക്കുന്നു. ചിലപ്പോഴത് ഭയം പോലെ തോന്നും. പക്ഷേ അത് ഭയമല്ല, അത് പുനർജന്മത്തിന്റെ തുടക്കമാണെന്ന് തിരിച്ചറിയുക. അടുത്ത 7 ദിവസങ്ങൾ ആദ്യ ഘട്ടം തുടങ്ങും. അത് ആത്മാവിന്റെ ശുദ്ധീകരണത്തിന്റെ ഘട്ടമാണ്. ചില ബന്ധങ്ങൾ അപ്രതീക്ഷിതമായി അവസാനിക്കും. ചിലർ നഷ്ടപ്പെടും. ചിലരുടെ മുഖം മറയും. പക്ഷേ ആ എല്ലാമിൽ നിന്നും ഒരു പുതിയ വെളിച്ചം ഉയരും. നിങ്ങൾ അന്നുമുതൽ തിരിച്ചറിയും എങ്ങനെ ഒരു അടക്കം നിറഞ്ഞ മനസ്സ്, ഒരു ശബ്ദം, ജീവിതം മുഴുവൻ മാറ്റുന്ന ആത്മീയ ഉണർവിന് വഴിതെളിച്ചു എന്നു. 3-ാം രാത്രിക്ക് ശേഷം അനുഭവിക്കാൻ പോകുന്ന ഒരു സംഭവം നിസ്സാരമെന്നു തോന്നാം, പക്ഷേ അത്രമേൽ മഹത്തായി അത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഫോൺ മണിയുന്ന ഒരു നിമിഷം, ഒരു സന്ദേശം, അല്ലെങ്കിൽ ഒരു പഴയ രേഖ കൈവിരലിൽ പതിയുന്നുണ്ടാകും. അതാണ് നിങ്ങളുടെ പുതിയ ദിശയുടെ തുടക്കം. ഗുരുവിന്റെ അനുഗ്രഹം അതിൽ മറഞ്ഞിരിക്കുന്നു. ആ അനുഗ്രഹം ഒരിക്കൽ ഉണരുമ്പോൾ അതിനെ ആരും തടയാനാവില്ല. ശനി നിങ്ങൾക്ക് ചിന്തയുടെ ആഴം നൽകും. കാര്യങ്ങൾ കടുപ്പമാകും. കുറച്ച് പ്രതിബന്ധങ്ങൾ കാണാം. എന്നാൽ അത് നിങ്ങളെ മുറുകെ പിടിക്കാൻ വരുന്ന പരിശ്രമങ്ങളാണ്. ജീവിതത്തിലെ ഓരോ പരീക്ഷയും നിങ്ങളുടെ ആത്മാവിനെ ശക്തമാക്കുന്ന ശനിയാചാര്യന്റെ പഠനമാണ്. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. ശനി നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ ഗുരുവാണ്. നിങ്ങളുടെ കൈപ്പിടിയിൽ പണത്തിന് രഹസ്യമായ ഉണർവുണ്ടാകുമ്പോൾ അത് ശനിയുടെയും ഗുരുവിന്റെയും സംയുക്ത പാഠമാണ്. അടുത്ത 30 ദിവസങ്ങൾ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ കടമ്പകളെ പൊളിച്ച് പുതിയ വഴിയിലേക്ക് തുറക്കാനുള്ള വാതിൽ. നിങ്ങൾ എന്തോ അന്വേഷിച്ചു നടക്കുന്നുണ്ട്. അത് കിട്ടാതെയാണ് പല ദിവസങ്ങളും. ആ അന്വേഷണത്തിന് ഉത്തരമാകും ഈ ഗങ്ങൽച്ചൽ. ചിലർക്ക് അവസരം, ചിലർക്ക് ആനന്ദം, ചിലർക്ക് കണ്ണീരിന്റെയും ആശ്വാസത്തിന്റെയും ചേർത്തു നിമിഷം. മനസ്സിൽ നിന്ന് പാതി പാതി പൊട്ടിയ സ്വപ്നങ്ങൾ ഇപ്പോൾ യഥാർത്ഥമാകുന്നു. രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം അന്യമായ പ്രതിഭ വ്യത്യാസങ്ങൾ നൽകും. നിങ്ങളുടെ കരുത്ത് തിരിച്ചറിയുന്നവരുണ്ടാകും. പക്ഷേ അതുപോലെ നിങ്ങളെ പിഴുതെറിക്കാനുള്ള ചിലത് വരും. അതിനാൽ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കുക. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സഹപ്രവർത്തനങ്ങൾ, ബിസിനസ് തീരുമാനങ്ങൾ, ഇവയെല്ലാം ഇപ്പോഴാണ് പുനർവായന ചെയ്യേണ്ട സമയം. ആലോചിച്ച് ശാന്തമായി ഒരിക്കൽ തെളിച്ചു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, ആകാശം തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതുതന്നെയാണ് നിനക്കായി ഞാൻ ഒരുക്കിയ സമയമെന്നു. മനസ്സ് ചിലപ്പോൾ അവ്യക്തമായി ഭ്രമിക്കും. പക്ഷേ രാശിയുടെ ആഴത്തിലുള്ള ശക്തി നിങ്ങളെ പിടിച്ചു നിർത്തും. നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകൾ തുറക്കുന്നു. ഈ ഘട്ടം സാധാരണ ബന്ധങ്ങളുടെ ഘട്ടമല്ല. ആത്മസമ്പർക്കം, ദൈവിക ഉണർവ്, ആന്തരിക നിലച്ചുറച്ച ആത്മവിശ്വാസം, ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ വഴിയിൽ പടിയിറങ്ങുന്നത്. നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ മാറിത്തുടങ്ങും. രാവും പകലും മനസ്സിൽ ഒരു ശബ്ദം, ഇനി സാധാരണ ജീവിതം വേണ്ട എന്നൊരു ഉണർവ്. ഈ സമയത്ത് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം ചിലപ്പോൾ വേദനയായിരിക്കും. പക്ഷേ ആ വേദനയുടെ ഉള്ളിൽ തന്നെയാണ് സത്യമുള്ള അനുഗ്രഹം. അതാണ് ഗുരുവിന്റെ നിശബ്ദ പ്രസാദം. നിങ്ങൾക്ക് തോന്നും, എങ്ങനെ ഈ ലോകം മുഴുവൻ ഇപ്പോൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നു. കാണാത്ത കാരണങ്ങൾ, മായാനുഭവങ്ങൾ, ദിവ്യസൂചനകൾ എല്ലാം പരസ്പരം ബന്ധപ്പെടും. അതുതന്നെയാണ് ദൈവദിശയുടെ രൂപം. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഗ്രഹം നിങ്ങളുടെ അധിഷ്ഠിത ഭാഗത്ത് കടന്നിരിക്കുന്നു. അതിന്റെ ശക്തി അത്രമേൽ ദൈവികമായി പ്രവർത്തിക്കും. ചിലർക്ക് വിവാഹനിർണയം, ചിലർക്ക് കുട്ടികളുടെ കാര്യത്തിൽ ദൈവാനുഗ്രഹം, ചിലർക്കു ആത്മീയമായ അത്ഭുതങ്ങൾ സംഭവിക്കും. ഏറ്റവും അപ്രതീക്ഷിതമായ സമയത്ത് നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ അനുഭവിക്കും, ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിക്കഴിഞ്ഞു. ആ ആത്മവിധിയുടെ സ്പർശം, അതുതന്നെ ഈ കാലഘട്ടത്തിന്റെ അത്ഭുതം. ഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങളെ ഉണർത്തുകയാണ്.
നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കരുത്ത്, ആ ആത്മവിശ്വാസം, ആ രഹസ്യം, അത് ഒരിക്കൽ പൊട്ടിത്തെറിക്കും. ലോകം അത്ഭുതപ്പെടും. ആ ഉയർച്ച, ആ പ്രഭാതുറച്ച ലോകം നിങ്ങളുടെ പേരിൽ തന്നെ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ പേർച്ചയുടെ യഥാർത്ഥ അർത്ഥം. മീനം രാശിയിലെ ആത്മാക്കളെ, ആദ്യ ഘട്ടം കഴിഞ്ഞതിനു ശേഷം ഇപ്പോഴാണ് രണ്ടാം ഘട്ടം തുടങ്ങുന്നത്. ശ്വാസം എടുക്കുമ്പോഴും ഒരു മാറ്റത്തിന്റെ ഗന്ധമുണ്ട്. ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ ബോധം. ജീവിതത്തിന്റെ പരിധികൾ നീളുന്നു. ഗുരുവിന്റെയും ശനിയുടെയും നിശബ്ദ കരങ്ങൾ നിങ്ങളെ അടങ്ങാത്ത ആത്മവിശ്വാസത്തിലേക്കാണ് നയിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും, എത്രയോ നാളായി ഞാൻ കാത്തിരുന്നത് ഇതായിരുന്നോ? അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ആദ്യ അത്ഭുതം ഒരു വീടിന്റെ അകത്താണ് തുടങ്ങുന്നത്. അവിടെ ഒരു സംഭാഷണം, ഒരാളുടെ കണ്ണിൽ നിന്നുള്ള ചിരി, അല്ലെങ്കിൽ ഒരു ആശയം. അതിൽ ദൈവികമായ സ്പന്ദനമുണ്ട്. അത് നിങ്ങളുടെ കുടുംബബന്ധങ്ങളെ പുനർനിർവചിക്കും. ഇടവേളയിലായിരുന്ന ബന്ധങ്ങൾ പഴകിയ വേദനകൾ ഒഴിഞ്ഞു തിരിച്ചുവരും. രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം ചില കറകൾ വച്ചേക്കാം. പക്ഷേ തീർച്ചയായും അവതരണം ചെയ്യുന്ന കാഴ്ചകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. മീനം രാശിയുടെ മനസ്സ് മൃദുവാണ്, പക്ഷേ അത്ഭുതകരമായ ദൂരദർശനമുണ്ട്. നിങ്ങൾ ചുറ്റുമുള്ളവരെക്കാൾ അകന്നു നിൽക്കുന്ന ആലോചനയുള്ളവരാണ്. ഇപ്പോൾ ആ കഴിവ് തന്നെയാണ് വിജയത്തിന്റെ രഹസ്യമായ ആയുധമാകുന്നത്. തൊഴിൽ രംഗത്ത് നിങ്ങളെ കാണുന്നവർ അത്രയധികം മാറ്റം തിരിച്ചറിയും. മുൻപ് ശാന്തമായിരുന്നത് ഇപ്പോൾ ഉറച്ച തീരുമാനങ്ങളായിരിക്കുന്നു. ഇതാണ് രണ്ടാം ഘട്ടത്തിന്റെ ദർശനം. ഇപ്പോൾ ഗൃഹാധിപതി ഗുരുദേവൻ ധനം, പ്രതിഷ്ഠ, ആനുകൂല്യങ്ങളുടെ ഭവനത്തിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനകാര്യ മേഖലയിൽ ഒരു കൂപ്പുകുത്തിയിരുന്ന സ്ഥിതിക്ക് പുതിയ ജീവൻ ലഭിക്കും. ചിലർക്ക് പണവുമായി ബന്ധപ്പെട്ടി പഴയ തടസ്സങ്ങൾ നീങ്ങും. പെട്ടെന്നൊരു അറിയിപ്പ്, പെട്ടെന്നൊരു അവസരം അദൃശ്യമായി നടന്നിട്ടു നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ വാതിൽ തുറക്കും. അതിനാൽ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത് വേണ്ട. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു ചെന്നാൽ എല്ലാം അനുയോജ്യമായിത്തീരും. ഇനി കരിയർ രംഗത്ത് ഒരു അപ്രതീക്ഷിത തിരിഞ്ഞുപോകൽ ഉണ്ടാകും. ചിലർക്ക് സ്ഥാനമാറ്റം, ചിലർക്ക് ജോലി മാറ്റം. എന്നാൽ ഗുരുവിന്റെ കണികകളിൽ നിന്നൊരു സന്ദേശം പറയാം. ഈ മാറ്റം ദോഷമല്ല, ദൈവാനുകൂല്യത്തിന്റെ വഴിയാണ്. ചിലർക്ക് അതിനൊരുവിധ ഭയം തോന്നാം. പക്ഷേ ഓർക്കണം, മീനം രാശിയുടെ യാത്രയിൽ ഭയം ഒരിക്കലും വിജയം തടയുന്നില്ല. ഭയം കണ്ടാൽ നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കും. അതാണ് നിങ്ങളുടെ പ്രത്യേകത. സുഖം, ആരോഗ്യം, ഇതാണ് ഇപ്പോൾ സത്യത്തിൽ ശ്രദ്ധിക്കേണ്ട മേഖല. ശനി ചിലർക്ക് മാനസിക സമ്മർദ്ദം നൽകും. ഉറക്കക്കുറവ്, പഴയ ഓർമ്മകൾ, പേർ പൊയ്മാറിയ ബന്ധങ്ങൾ നിങ്ങളെ അലട്ടാം. പക്ഷേ അതെല്ലാം ശനിയാചാര്യന്റെ പാഠങ്ങളെയാണ്. അത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ എത്തിയതാണ്. ശക്തിയുള്ള ഭക്ഷണം, ധ്യാനം, ചോറും വെള്ളവും പോലും നന്ദിയോടെ സ്വീകരിക്കുക. അപ്പോൾ തന്നെ ശരീരം ആത്മാവിനൊപ്പം ശാന്തമാകും. രണ്ടാം ഘട്ടത്തിന്റെ മധ്യത്തിൽ തന്നെയാണ് രണ്ടാമത്തെ അത്ഭുതം നടക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് അത് വരിക. ഒരാളുടെ മുഖം, ഒരു പാത്, ഒരു വാക്ക്, നിനക്കൊപ്പം ഞാൻ കൂടി പോകാമോ എന്ന് ചോദിക്കുന്നു. ആത്മബന്ധം, അതാണ് നിങ്ങളുടെ ജീവിതത്തെ ദിശയുമാറുന്ന കൈത്താങ്. പഴയ വിഷാദങ്ങൾ, കഠിന ദിവസങ്ങൾ, അവയൊക്കെ ലയിക്കും. ഇത്തവണ പ്രണയം വെറും ഹൃദയാനുഭവമല്ല, ദൈവിക ബന്ധത്തിന്റെ രൂപത്തിലാണ്. ആത്മീയമായ തിരിച്ചറിവ് ശക്തമാകും. ഓരോ രാവിലെ ഉണർന്ന് കണ്ണുകൾ തുറക്കുമ്പോഴും തോന്നും, ലോകം അല്പം വ്യത്യസ്തമായി വിളങ്ങുന്നു. ആ വ്യത്യാസം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തീരുന്നുവെന്നു തിരിച്ചറിയുക. ഗുരുവിന്റെ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ ആത്മീയ ഘടകത്തെയും ഉണർത്തുകയാണ്. ചിലർക്ക് അപ്രതീക്ഷിതമായി മേഘങ്ങൾ വിടരുന്നതുപോലെ ആശ്വാസം കിട്ടും. ദൈവിക സന്ദേശങ്ങൾ, സ്വപ്നങ്ങൾ, സൂചനകൾ, ഇതെല്ലാം ഇതിനിടയിൽ സംഭവിച്ചേക്കാം. പലർക്കും ഇപ്പോൾ തന്നെ ഒരു ബിസിനസ് ചിന്ത ഉയരുന്നുണ്ടാകും. ഇത് ചെയ്താലോ എന്നു മനസ്സിൽ തെളിയുന്ന ചിന്ത അത്ര നേരിയതാണെങ്കിലും അതിലുണ്ട് ഒരു വൻ പദ്ധതിയുടെ അടയാളം. രാഹുവിന്റെ സ്വാധീനം അത് നാടകീയ രീതിയിൽ നടപ്പാക്കും. ധൈര്യം കാട്ടുക, പക്ഷേ ആലോചിച്ചു ചെല്ലുക. ഗുരു ഉറപ്പായി നിങ്ങളുടെ പിൻബലം തന്നെയാണ്. നിങ്ങളെ ആലോചിച്ച് മുന്നോട്ടു പോകണമെന്നു പ്രപഞ്ചം ആവശ്യപ്പെടുകയാണ്. കുടുംബത്തിൽ പുനരായി തിരിച്ച നിലനിൽപ്പ് ഉണ്ടാകും. ചിലർക്ക് പണ്ടത്തെ ഒടുക്കങ്ങളെയും വേർപ്പുകളെയും ചേർത്തു നിർത്താനുള്ള അവസരമുണ്ടാകും. അടുത്ത ബന്ധങ്ങൾ കൂടുതൽ വിശ്വാസത്തോടും കരുണയോടുമാണ് വളരുക. അതുതന്നെയാണ് ദൈവിക അനുഗ്രഹത്തിന്റെ ലക്ഷണം. ചിലപ്പോൾ കണ്ണീരുണ്ടാകും. പക്ഷേ ആ കണ്ണീരിനുള്ളിൽ തന്നെ വളരുന്ന പ്രണയം അത്ഭുതകരമാണ്. അടുത്ത 14 ദിവസങ്ങളിൽ മൂന്നാം അത്ഭുതം. ഇത് സമ്പൂർണമായി ആത്മീയമാണ്. ഒരാൾ നിങ്ങളെ കാണാതെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ തരംഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതിക്കുന്നു. അതിന്റെ ശക്തി അപാരമാണ്. ആ പ്രാർത്ഥനയാണ് നിങ്ങളുടെ പുതുജന്മത്തിന്റെ വാതിൽ തുറക്കുന്നത്. അതെ, ഈ മുഴുവൻ ഗവൺമെന്റ് അഫെയർ പോലെ സംഭവിക്കുന്ന പരിവർത്തനം നിങ്ങളുടെ ആത്മാവിനുള്ളിലാണ് നടക്കുന്നത്. ഇനി സാമ്പത്തിക രംഗത്ത് ശ്രദ്ധിക്കുക. വരുമാനം ഉയരും, പക്ഷേ ചെലവുകളും കൂടി വരും. അത് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ രാഹുവിന്റെ കളികൾ പെരുക്കാം. എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു നടന്നു പോകുമെങ്കിൽ 100% വിജയപ്രതീക്ഷ അത് തന്നെയായിരിക്കും. ബിക്കോസ് ദിസ് ഭാഗം ജീവിതത്തിന്റെ സാമ്പത്തിക അടിസ്ഥാനം ഉറപ്പിക്കുന്ന ഘട്ടമാണ്.
അതുകൊണ്ട് പോലും ചെറിയ തീരുമാനങ്ങൾ വലിയ ഫലം തരാറുണ്ട്. മീനം രാശിയിലുള്ളവർക്ക് ഈ ഘട്ടം ധ്വനിപ്പിക്കുന്നത് ഒരു കാര്യം, തടയാനാവാത്ത വളർച്ചയുടെ തുടക്കം. ആദ്യ ഘട്ടം ആത്മാവിനെ ഉണർത്തി, രണ്ടാം ഘട്ടം ജീവിതത്തെ സത്യമാക്കി രൂപപ്പെടുത്തുന്നു. ബാക്കി നടക്കാനിരിക്കുന്നതാണ് ധാരാളം സങ്കടങ്ങൾ ശമിപ്പിക്കുന്ന, ജീവിതം പ്രകാശത്തിളക്കം നിറക്കുന്ന മൂന്നാം ഘട്ടം. പക്ഷേ അതിന്റെ കഥ ഇനി ആരംഭിക്കാനുള്ളതാണ്. മീനം രാശിയിൽ ജനിച്ച ആത്മാക്കളെ, രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ നിങ്ങൾ കടക്കുന്ന ഘട്ടം ദൈവികമായ മൂന്നാം പടിയാണ്. ഈ സമയത്ത് ആകാശം നിങ്ങളുടെ ആത്മാവിനെ നേരിട്ട് വിളിക്കുന്നു. ഗുരു, ശനി, രാഹു, കേതു ഇവർ അടങ്ങാത്ത സംഗീതമൊരുക്കുന്നു. ഓരോ ചലനവും ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിന്റെ പാത മാറ്റാൻ ഒരുങ്ങുകയാണ്. മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത് രാത്രി നിശബ്ദമായ സമയത്താണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ഒരു ദൃശ്യശക്തി പ്രവർത്തിക്കുന്നു. അതിൽ തന്നെ ആദ്യ സൂചനയുണ്ട്, കാലം മാറിയിരിക്കുന്നു എന്നൊരു ശബ്ദം. അതിനു പിന്നാലെ ചില അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികൾ തുറക്കും. പഴയ പണിയിടങ്ങൾ പുതുക്കപ്പെടും. ബന്ധങ്ങൾ പഴയതുപോലെ പുനരാപിക്കപ്പെടും. ഒരാളുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ തീ പോലെ പതിയും. അതുതന്നെയാണ് ഈ ഘട്ടത്തിന്റെ തുടക്കം. രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം ഇപ്പോൾ ചിന്തയുടെ ആഴം തുറക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കും, ആരും പറഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങൾ, ചില സൂചനകൾ, ചില സ്വപ്നങ്ങൾ. അത് യഥാർത്ഥമാവുന്ന അനുഭവം ലഭിക്കും. ചിലർക്ക് ദൃശ്യമായ ദൈവിക സ്പർശം പോലും സംഭവിക്കാം. അത്ര വിചിത്രമായിട്ടുണ്ട് ഈ കാലഘട്ടം. ഒരു നിമിഷം വിദ്യാർത്ഥനായി തോന്നാം, അടുത്ത നിമിഷം ഗുരുവായി തോന്നാം. അത് തന്നെ ഗ്രഹധിസൈയുടെ മായാജാലം. ഇപ്പോൾ തൊഴിൽ രംഗം പുനർജന്മമെടുക്കുന്നു. മുതിർന്നവരുടെ പിന്തുണ ലഭിക്കും. കാത്തിരുന്ന സാധ്യതകൾ അടുത്തുകൂടുന്നു. ഒളിഞ്ഞുപോയ കഴിവുകൾ തെളിയും. ശനി നിങ്ങളുടെ ആത്മാവിനോട് പറയുന്നു, പ്രയത്നിക്കുക, ഞാൻ നിന്നെ ഉയർത്തും. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് തോന്നുന്ന പ്രയാസം അത്രയധികം പരിശ്രമത്തിന് വഴിയാണ്. ഫലം അത്ഭുതകരമായിരിക്കും. ചിലർക്ക് പുതിയ സ്ഥാനം, ചിലർക്ക് സ്വതന്ത്രമായി ചെയ്യാനുള്ള അവസരം. ബിസിനസ് ചെയ്യുന്നവർക്ക് അദ്ഭുതമായ വളർച്ച. അത് മുഴുവനായി ഗുരുവിന്റെ അനുഗ്രഹത്തോടൊപ്പം നടക്കും. ധനകാര്യ രംഗത്ത് ഇപ്പോൾ ഒരു അപ്രതീക്ഷിത ഉണർവ് വരും. പല ദിവസങ്ങളായി നിശ്ചലമായിരുന്ന കണക്കുകൾ ചലിക്കുന്നു. വരുമാനം മാറ്റം കാണിക്കും. ചിലർക്ക് പഴയ കടപ്പാട് തീരും. ചിലർക്ക് സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങൾ എളുപ്പമാകും. ആ ഭാഗ്യസമയത്ത് നിൽക്കുന്നവർക്ക് ആനന്ദം നിറയുന്നൊരു വാർത്ത വരും. അതിനു പിന്നിൽ ദൈവിക പദ്ധതിയുണ്ട്. ഞങ്ങൾ കാണാത്ത അട്രളാൽ ആകാശം തന്നെ നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ്. മനസ്സിൽ ഏതോ കയറ്റം തോന്നാം. അതിനുള്ള കാരണമുണ്ട്. ഗൃഹാധിപതി ഗുരു ഇപ്പോൾ ഭാവനയുടെ ആഴത്തിൽ കടക്കുകയാണ്. നിങ്ങൾക്ക് ആത്മീയതയിലേക്ക് തീർത്തു നയിക്കുന്നു. അത് വിചിത്രമായ അനുഭവമാണ്. ചിലർ കണ്ണു അടയ്ക്കുമ്പോൾ വെളിച്ചം കാണും. ചിലർ ദൈവിക സംഗീതം കേൾക്കും. അതാണ് ആത്മീയ വളർച്ചയുടെ പാത. നിങ്ങൾക്കുള്ളിൽ ദൈവികമായ ശക്തികൾ ഉണരുന്ന ഘട്ടം തന്നെയാണ് ഇത്. ഇപ്പോൾ ബന്ധങ്ങൾ കൂടുതൽ തികച്ചുവരും. വീട്ടിൽ സമാധാനം. ദീർഘകാലമായി മനസ്സിൽ കിടന്ന അസ്വസ്ഥതകൾ ഒഴിഞ്ഞുപോകും. ഒരാൾ അകലെയായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ തിരിച്ചുവരും. അവന്റെ കണ്ണിൽ ഉള്ള സത്യസന്ധത നിങ്ങൾ തിരിച്ചറിയും. അതുമാത്രമല്ല, ചിലർക്ക് വിവാഹനിർണയം തന്നെ നടക്കും. അദ്ഭുതമായ രീതിയിൽ കാര്യങ്ങൾ ഒത്തുചേരും. അത് ശനിയുടെ സംസ്ഥാനം ദൈവികമായി സഹായിക്കുന്നതുകൊണ്ടാണ്. മൂന്നാം ഘട്ടം ഭാവിയുടെ വാതിലുകൾ തുറക്കുന്ന ഘട്ടമാണ്. ചിലർക്ക് വിദേശ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ കാണുന്നവർ നിങ്ങളെ വിളിക്കും. പെട്ടെന്ന് കണ്ടെത്തിയ ഒരു സാധ്യത ജീവിതം തന്നെ മാറ്റാനുള്ള അടിസ്ഥാനമാകും. അതിനു മുമ്പ് ചിലർക്ക് പരീക്ഷകൾ ഉണ്ടാകും. ആ പരീക്ഷകൾക്ക് ഭയപ്പെടേണ്ടതില്ല. അത് ഗുരുവിന്റെ തിരക്കഥയാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉയർന്നുവരുമ്പോൾ ദൈവം തന്നെയാണ് അതിനുള്ള പാത തെളിക്കുന്നതും. ആരോഗ്യവുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ ശാന്തമായി തുടരുന്നു. ശനി ശരീരത്തിന് ആലോചന നൽകുന്നു. പഴയ നിസ്സാര വേദനകൾ പോലും ശരിയായ പരിഹാരത്തിലേക്കാണ് എത്തുന്നത്. നിങ്ങളുടെ ചിന്തകൾ ശാന്തമാക്കുക. വെള്ളം കുടിക്കുക, പ്രാർത്ഥിക്കുക. അതാണ് ഇപ്പോഴത്തെ മികച്ച ഔഷധം. ഒരിക്കൽ മനസ്സ് ശാന്തമായാലേ ദൈവിക ഊർജം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കും. അതാണ് ആരോഗ്യത്തിന്റെ യഥാർത്ഥ അർത്ഥം. മീനം രാശിക്ക് ഇതുവരെ കാണാത്ത ആത്മീയ വളർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ചിലരിൽ തന്നെ ദൈവിക ശക്തി ഉണർന്നിരിക്കുന്നു. സ്വപ്നങ്ങളിൽ ദർശനം, പ്രാർത്ഥനകളിൽ ശക്തിയോടെ അനുഭവം. അതെ, ഇതാണ് ആ കളമിന്റെ അത്ഭുതം. 100% സംഭവിക്കും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവും. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ശക്തിയാകും. നിങ്ങളെ പിന്തുടരുന്നവരിൽ മാറ്റം വരും. അതുതന്നെ അത്ഭുതത്തിന്റെ തുടക്കം. ഇപ്പോൾ ജീവിതത്തിലേക്ക് പുതിയ ചേർത്തുകെട്ടുകൾ വരും. പഴയ ബന്ധങ്ങൾ മുറുകെ പിടിക്കും. ചിലർക്ക് മക്കളുമായി സംതൃപ്തി ലഭിക്കും. ചിലർക്ക് വളരുന്ന സന്തതിയിൽ അഭിമാനം തോന്നും. അത്രമേൽ ഹൃദയത്തിൽ നിറയുന്ന നിമിഷങ്ങൾ. ചിലപ്പോൾ കണ്ണീരുണ്ടാകും. എന്നാൽ ആ കണ്ണീരിനുള്ളിൽ ദൈവിക പാഠങ്ങൾ തന്നെയാണ്. പ്രാപ്തി, കരുണ, നന്ദി ഇതെല്ലാം ചേർന്നാണ് ഈ ഘട്ടം സമാപിക്കുന്നത്. മീനം രാശിയിലെ ആത്മാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് മാത്രം. രാഹു ഇപ്പോൾ വാക്കുകളുടെ ശക്തി വർദ്ധിപ്പിക്കും. നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ടാകും.
അതുകൊണ്ട് സംസാരിക്കാൻ മുൻപ് ചിന്തിക്കുക. വാക്കുകൾ ശ്രേഷ്ഠമായി ഉപയോഗിക്കുക. ഗുരു നിങ്ങളുടെ ഓരോ വാക്കിനെയും ഉറച്ചു താങ്ങും, നിങ്ങളോട് ധൈര്യം നൽകും. പക്ഷേ പരുക്കായ വാക്കുകൾ തിരിച്ചടിയായി വരാതിരിക്കണം. ഈ ഘട്ടത്തിന്റെ അവസാന ഭാഗം ഒരു ദിവ്യ സംഭവത്തോടെ നിറയും. രാത്രി ശാന്തമായി ഇരിക്കുന്നപ്പോൾ ഒരുവിധ ഊർജം മനസ്സിൽ ഉണരും. തോന്നും, ആകാശം ഇപ്പോൾ എന്നെ വിളിക്കുന്നു. അതാണ് ദൈവിക ഉണർവിന്റെ സത്യസന്ധത. നിങ്ങൾ ആ മനോഹര നിമിഷം അനുഭവിക്കുന്നവനാണ്, നിങ്ങളുടെ ആത്മാവിൽ ദിവ്യമായ ഭാവി എഴുതിയിരിക്കുന്നവൻ. ഇനി അടുത്ത കാലഘട്ടം ഒന്നാണ് ബാക്കി. അത് ആത്മാവിന്റെ വാതിൽ തുറക്കുന്ന ഘട്ടം. നിങ്ങൾ പറയുന്ന, സ്വപ്നം കാണുന്ന, ജീവിക്കുന്ന എല്ലാം രൂപം കൊടുക്കുന്ന ഘട്ടം. അതാണ് അവസാന ഭാഗം. മീനം രാശിയുടെ തിളക്കം. മീനം രാശിയിൽ ജനിച്ചവരെ, ഇനി വരുന്ന ഈ ഘട്ടം മറ്റൊന്നും പോലെ അല്ല. ഇത് സമ്പൂർണമായ പരിണാമത്തിന്റെ ഘട്ടമാണ്. ഒരു പുഴ വർഷങ്ങളായി ശാന്തമായി ഒഴുകിയിരുന്നത് പോലെ ഇപ്പോൾ അതിന്റെ കരകൾ നിറയുകയാണ്. ആ പുഴയുടെ പേര് നിങ്ങളുടെ ജീവിതം. ഓരോ ചെറിയ തരംഗത്തിലുമുണ്ട് ദൈവത്തിന്റെ കയ്യൊപ്പും, ഓരോ പ്രതിധ്വനിയിലും ഉണർവിന്റെ തരംഗവും. അടുത്ത 7 ദിവസങ്ങൾ, അതാണ് ഭാരതീയ ആകാശം തന്നെ സംഭാഷണം ആരംഭിക്കുന്ന കാലം. ഒരിക്കൽ നിശബ്ദമായിരുന്നത് ഇപ്പോൾ മുഴങ്ങും. നിങ്ങൾക്കും അനുഭവം കിട്ടും, ചില കാര്യങ്ങൾ എത്ര വേഗത്തിൽ നടക്കുന്നു എന്ന്. പഴയ കത്ത്, പഴയ സ്വപ്നം, പഴയ പേരുകൾ, ഇവയ്ക്കെല്ലാം ഇപ്പോൾ ഒരു ലക്ഷണമുണ്ടാകും. ദേവതകളുടെ നിശബ്ദ സന്ദേശം അതിലൂടെ കടന്നുപോകുന്നു. ശനി ഇപ്പോൾ അത്ഭുതകരമായ രീതിയിൽ കരുത്തും ഉത്തരവാദിത്വവും ചേർത്ത് നിൽക്കുന്ന ഘട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു. അവൻ പറയുകയാണ്, നീ തയ്യാറായോ? കാരണം ഇനി ഞാൻ നിന്നെ ഉയർത്തുന്ന ഘട്ടം തുടങ്ങും. അതെ, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക അനുഗ്രഹവും പരിശ്രമത്തിന്റെ ഫലവും ചേർന്ന തിളക്കമാണ്. ദൈവികമായി തയ്യാറാക്കിയ അവധി ദിവസങ്ങൾ അല്ല, പരിശ്രമത്തിന്റെ പൊൻനിറമുള്ള ഉണർവാണ് ഇത്. ഗുരുവിന്റെ സ്ഥാനം ആകാശത്തിൽ ഇപ്പോൾ മാറിയിട്ടുള്ളതിനാൽ ആത്മാവിന്റെ കണൽ തെളിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടാകും. നിങ്ങൾ പറയുന്ന വാക്കുകൾ യാഥാർത്ഥ്യമാകും. ദൈവത്തോട് പറയുന്ന ആഗ്രഹങ്ങൾ ദൈവം തന്നെ ഉദ്ഘോഷിക്കും. അതിനാൽ ഇപ്പോൾ മനസ്സിലുറക്കുന്ന ആഗ്രഹങ്ങൾ വിശുദ്ധമായിരിക്കുക. കാരണം ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് വീഴുന്നത്. രാഹുവിന്റെയും കേതുവിന്റെയും സ്ഥാനമാറ്റം ഇപ്പോൾ ജീവിതത്തിലെ അനാച്ഛാദിത ഭാഗങ്ങളെ തുറക്കുന്നു. നിങ്ങൾ മറന്നുപോയ കഴിവുകൾ ഇപ്പോൾ തെളിയും. നിങ്ങൾ പൂർണ്ണമായിരിക്കണം എന്നതുകൊണ്ടാണ് പ്രപഞ്ചം ഇത്ര മത്സരം സൃഷ്ടിക്കുന്നത്. ഭയമാകട്ടെ, സംശയമാകട്ടെ, എല്ലാം നിങ്ങളെ ഉണർത്താനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം എനർജി ആയി തിരിച്ചു നിങ്ങളിലേക്കെത്തും. അതുകൊണ്ട് ആത്മവിശ്വാസം ഉറപ്പിച്ചു നിൽക്കുക. അടുത്ത 14 ദിവസങ്ങൾക്കുള്ളിൽ ചിലർക്ക് അത്ഭുതകരമായ നല്ല വാർത്ത വരാം. ഒരാൾ വിളിക്കും, ഒരു കാര്യത്തിന് അന്തിമ ഉത്തരവിടാം, ഒരു പയ്യൻ കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും. സാമ്പത്തികമായി കാത്തിരുന്നതും നടക്കും. വീട്, വാഹനങ്ങൾ, സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അനുകൂലത ലഭിക്കും. ആ സന്തോഷത്തിന് പിന്നിൽ ദൈവം തന്നെയുണ്ട്. മനസ്സിൽ നന്ദി നിറയ്ക്കുക, അത് അനുഗ്രഹത്തെ ഇരട്ടിയാക്കും. രാഹുവിന്റെ വെളിപ്പെടുത്തൽ ഘട്ടം ഇപ്പോൾ ബന്ധങ്ങളിൽ ചില വെളിച്ചങ്ങൾ കൊണ്ടുവരും. ചില പേരുകൾ മാഞ്ഞു പോകും. ചിലർ ക്ഷമ ചോദിക്കും, ചിലർ തിരിച്ചുവരും. നിങ്ങളോട് ഒരിക്കലും പറയാത്ത ആത്മബന്ധം ഇപ്പോൾ വെളിപ്പെടും. ആ നിമിഷം അത്രയും വിലപ്പെട്ടത് ആയിരിക്കും, കാരണം അതിൽ ദൈവികമായി എഴുതപ്പെട്ടൊരു പുനർജന്മം ഉണ്ട്. നിങ്ങൾക്ക് തോന്നും, ഇതാണ് ഞാൻ കാത്തിരുന്നത്. അതാണ് ഈ രാശിയിലെ 3ാം ചലനത്തിന്റെ അത്ഭുതം. ആത്മീയ രംഗത്ത് ഗുരു ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ആത്മാവിന്റെ ഭാഷ പഠിപ്പിക്കുന്നു. അതൊരു ശബ്ദമല്ല, അത് ഒരു എനർജിയാണ്. ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു തരംഗം അനുഭവപ്പെടും. പ്രത്യേകമായ പവിത്രനിമിഷം ഉണ്ടാകും. കണ്ണുകൾ അടയ്ക്കുമ്പോൾ വെളിച്ചം കാണാം, ഒരു ദൈവരൂപം, ഒരു മന്ദസ്മിതം. അത് യാദൃശ്ചികമല്ല, അത് അനുഗ്രഹത്തിന്റെ ഉദ്ഘോഷം തന്നെയാണ്. മീനം രാശിയുടെ പ്രത്യേകത എപ്പോഴും കമ്പാഷൻ ആണെന്ന് പ്രപഞ്ചം പറയുന്നു. നിങ്ങൾ കരയുമ്പോൾ ലോകം കരയും, നിങ്ങൾ ചിരിക്കുമ്പോൾ ലോകം തെളിയും. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ചിന്തകളേക്കാൾ നിങ്ങളുടെ അനുഭൂതികൾ ശക്തമായി തീർന്നിരിക്കുന്നത്. മനസ്സിൽ കരുണയും നന്മയും നിറയ്ക്കുന്നവർക്ക് ഇപ്പോൾ നേടാനാവാത്തതൊന്നുമില്ല. 3ാം ഘട്ടത്തിന്റെ അവസാന ഭാഗം ജീവിതത്തിലെ പുതിയ പാതയിലേക്കാണ് നയിക്കുന്നത്. വഴികളിൽ പൊരുൾ നിറയുന്നു. നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ തിരിച്ചറിവ് ഉണ്ടാകും. നിങ്ങളെ വിലമതിക്കും, നിങ്ങളെ മുന്നോട്ട് ക്ഷണിക്കും. ആത്മവിശ്വാസം അത്രം ഉന്നതതയിൽ എത്തും. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവർ നിങ്ങളെ പിന്തുടരും. ചിലർക്ക് വിദേശയാത്രയായി ഈ മാറ്റം വരാം, ചിലർക്ക് വലിയ പ്രൊജക്റ്റ്, ചിലർക്ക് സംരംഭം തുടങ്ങാനുള്ള അവസരം. എല്ലാം ഗുരുവിന്റെയും ശനിയുടെയും അനുകൂല നിമിഷത്തിന്റെ ഫലമാണ്. ഇനി ദൈവികമായി മറ്റൊന്ന് കാണാം. ഒരു രാത്രി നിശബ്ദമായി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെയുള്ള ശാന്തതയിൽ നിന്നും കേൾക്കും ഒരു ശബ്ദം. നിങ്ങളുടെ പാത തെളിഞ്ഞിരിക്കുന്നു. അതാണ് ആത്മവിശ്വാസത്തിന്റെ ദേവത നിങ്ങളോട് പറഞ്ഞ വാക്ക്. നിങ്ങൾ അനുഭവിക്കുന്ന ആ നിമിഷം മറ്റാരും കണ്ടറിയാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും. അതുതന്നെ ദൈവാനുഗ്രഹത്തിന്റെ ജീവിത തെളിവ്. മീനം രാശിയിൽ ജനിച്ചവരെ, നിങ്ങളുടെ യാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്, അവസാനിച്ചിട്ടില്ല. ഈ പേർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഒരൊറ്റ സന്ദേശം മാത്രം ഓർക്കുക. ഹൃദയം നന്മയിൽ നിൽക്കുമ്പോൾ ആകാശം പോലും കൈ നീട്ടാനാകും.
നീളം കാണാത്ത സ്വപ്നങ്ങൾ ആകാശത്തിന്റെ പുറത്തേക്കാണ് നീങ്ങുന്നത്. ഗുരുവിന്റെ അനുഗ്രഹം നിങ്ങളെ താങ്ങുന്നു. ശനിയുടെ പാഠം നിങ്ങളെ ഉറപ്പിക്കുന്നു. രാഹുവിന്റെയും കേതുവിന്റെയും കളി നിങ്ങളെ ഉണർത്തുന്നു. അതിനുശേഷം നിങ്ങളെ നയിക്കുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ആത്മവിശ്വാസം വിടരട്ടെ, ഹൃദയം നിറയട്ടെ. നിങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം പുനർജന്മം എടുക്കും. ജീവിതം ഒരിക്കൽ ശാന്തമായപ്പോൾ അതിന്റെ അർത്ഥം തിരിച്ചറിയുക. അത് താങ്കളുടെ ആത്മാവിന്റെ തെളിച്ചം തന്നെയാണ്. അനുഗ്രഹം നിറഞ്ഞ മനസ്സോടെ മുന്നോട്ടു പോകൂ. കാരണം അടുത്ത ഘട്ടം, അത് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവിക സ്വപ്നത്തിന്റെ പ്രാരംഭരാഗമാണ്.